അതില് ആദ്യത്തെ ഡയറക്ടർ ദിലീഷ് പോത്തൻ, രണ്ടാമത്തെ ഡയറക്ടർ ഗിരീഷ് ഷേഡി എന്ന് പറയും. അത് ഭയങ്കര തരത്തിലുള്ള അപ്ഡേറ്റ് ആണ്. രണ്ടുപേരും രണ്ട് തലത്തിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സാണ്. ഗിരീഷ് ഷേഡി ഇപ്പോ പ്രേമലു ഒക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. അയംകാതല്ല നിൽക്കട്ടെ, പക്ഷെ പ്രേമലു ഡയറക്ടർ എന്നുള്ള ലെവലിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നു. അപ്പൊ അദ്ദേഹം ജയറാമിനെ പോലുള്ള ഒരു ആക്ടറിനൊപ്പം കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര രസകരമായിട്ടുള്ള സിനിമ. അതുമാതിരി ജയറാമിന്റെ കോമഡിയെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം മാസ്റ്ററാണ് അതിന്റെ. അപ്പൊ പുള്ളിയും അതുപോലെ തന്നെ ഗിരീഷും കൂടി വരെ പറയുമ്പോൾ നമുക്ക് നല്ലൊരു പടം തന്നെ കിട്ടുന്ന അതുപോലെ ഒരു ഫ്രഷ്നെസ്സും കിട്ടും. അതെ, പിന്നെ ന്യൂജൻ കോമഡീസ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഗിരീഷ് സാറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ അത് ഭയങ്കരമായിട്ട് കാണാം. പിന്നെ ഇപ്പൊ ദിലീഷ് പോത്തന്റെ ഫിലിം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കോറ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ശാംപുഷ്കരനായിരിക്കുന്നതാണ്. റൈറ്റിംഗിൽ ഏതൊരു സ്റ്റേജിൽ ശാംപുഷ്കർ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പൊ അതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു